ചെയ്യുന്നത് സോണോമീറ്റർ ആണ്. സോണോമീറ്റർ വെച്ച് നമുക്കിവിടെ AC സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന AC എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹൗസ് ഹോൾഡ് AC തന്നെയാണ്. 220 വോൾട്ട് 50 ഹെർട്സ് AC തന്നെയാണ്. അതിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ട് 606 ആയിട്ടുള്ള സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. സെൻട്രൽ ടാപ്പാണ്, അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സെൻറ്ററിൽ കിടക്കുന്നത്. നമ്മുടെ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലെ പോസിറ്റീവ് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രം ഒബിയസ്ലി ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോസിറ്റീവ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നെഗറ്റീവ് ട്രാൻസ്ഫോമറിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോസിറ്റീവ് ട്രാൻസ്ഫോമറിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സാധാരണ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്താ ചെയ്യുക, പോസിറ്റീവിനെ ഒരു അടുത്ത നമ്മുടെ സർക്യൂട്ടിലെ എലമെൻറ്റിൻ്റെ നെഗറ്റീവിലേക്കാണ് കൊടുക്കുക. അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സോണോമീറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ സോണോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1/2 T/M ആണ്. T/M എന്ന് പറയുമ്പോൾ ഈ സോണോമീറ്ററിന് ഇവിടെ ഒരു വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വയറിൽ നമ്മൾ കൊടുക്കുന്ന ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആയിട്ട് കൊടുക്കണം. നമ്മളവിടെ ജസ്റ്റ് മാസ് ഇടും. നമ്മൾ മാസിനെ നമ്മൾ ഈ പെട്ടിയിൽ കാണുന്ന പോലെ നമ്മൾ ഇടുന്ന മാസിനെ നമ്മൾ ടെൻഷനിലേക്ക് നമ്മൾ mg ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. എക്സ്പീരിയൻസിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ വയർ വെച്ചിട്ടുണ്ട്. വയറിൽ 200 ഗ്രാമാണ് ഇട്ടിട്ടുള്ളത്. 50 ഗ്രാം ഓൾറെഡി അതിൻ്റെ സ്ലോട്ടഡ് മാസിൻ്റെ സ്റ്റാൻഡിലുള്ള വെയിറ്റ് ഉണ്ട്. പിന്നെ 3 എക്സ്ട്രാ സ്ലോട്ടഡ് മാസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ 50 ഗ്രാം വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചോദിച്ചാൽ ഇതിന് മാക്സിമം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണില്ല, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണില്ല. ഇനി നമ്മളിത് ഇവിടെ അടുത്തേക്ക് കൊണ്ടുവരും തോറും അപ്പോൾ ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ നമുക്കത് മൊത്തം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ ഈ രണ്ട് നൈഫ് എഡ്ജ്, ഇതിന് നമ്മൾ നൈഫ് എഡ്ജാണ് ടെക്നിക്കലി പറയുന്നത്, നൈഫ് എഡ്ജ് എന്നാണ്. അപ്പോൾ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡിലേക്കും ഇത് നമ്മൾ ഏകദേശം സെൻറ്ററിലുള്ള രീതിയിൽ വെക്കുക. എന്നിട്ട് 2 സൈഡിലോട്ട് നീക്കുക. 2 സൈഡിലോട്ട് നീക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ദൂരം അത് നമുക്ക് ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. അതിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടി വരും ഈ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ ആ ഒരു സിൽവർ കളറേഷൻ ഇങ്ങനെ കൂടിക്കൂടി തിക്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിട്ട് നിർത്തുക. അപ്പോൾ എനിക്ക് 22 ഞാൻ ചെയ്തപ്പോൾ ഈ 200 ഗ്രാമിന് ചെയ്തപ്പോൾ 22 സെൻറ്റിമീറ്ററാണ് കിട്ടിയത്. ഇത് 22 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ 1/2 T/M M എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്, ലാബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ M. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ജസ്റ്റ് എടുത്ത വയറിനെ നമ്മളെടുത്ത് മെഷർ ചെയ്യേണ്ടി വരും. നമ്മൾക്ക് കെമിക്കൽ ബാലൻസ് വെച്ച് മെഷർ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഇട്ട മാസിനെ നമ്മൾ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഇവിടെ 200 ഗ്രാമിന് നമ്മൾ ഇത് mg കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1960 കിട്ടിയിട്ടുണ്ട്. ഇനി 1 എനിക്ക് 22 കിട്ടിയ പോലെ ഇവിടെ 22 കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി 22 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി 0.22 ആണ്. എന്നിട്ട് ഇത് ഇക്വേഷൻ അതുപോലെ ഈ കിറ്റ് നമ്മൾ അതുപോലെ ഇക്വേഷൻ ഇടുക. 1/2L ഇൻറ്റു L നമുക്ക് കിട്ടി 22 സെൻറ്റിമീറ്റർ ഇൻറ്റു √T, അത് ഈ 1960 M ഇതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, അത്രയേ ഉള്ളൂ.